കടിച്ചണ ഫോട്ടോ അല്ലേ? ആ കടിച്ചോ? ആ ഫോട്ടോ അല്ലേ വീഡിയോ ആണ്? വീഡിയോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നെയ്മസ് വ്ലോഗ്. അതെ ഗൈസ്, ഞങ്ങൾ കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. രണ്ടാഴ്ച കഴിഞ്ഞു. രണ്ടാഴ്ച കഴിഞ്ഞ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ലാഗാണ്. കുറച്ച് ഇതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. യൂട്യൂബിന്റെ ഒരു മോണിറ്റൈസേഷന്റെയും അതിന്റെ ചെറിയ പ്രശ്നങ്ങൾ. എന്താ ഞങ്ങൾ വരും വീഡിയോയില് അതിന്റെ അവസരം ഉണ്ടെങ്കിൽ പറയാം. നല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് പറഞ്ഞു വെറുതെ ലാഗാക്കില്ല. ഞങ്ങൾ ഇപ്പൊ വന്നിക്കുന്നത് മുന്തിരി തോട്ടത്തിലാണ്. എവിടെയാണ്? മുന്തിരിത്തോട്ടത്തിൽ. അതല്ല, കമ്പം തേനിയില് വരുന്ന റൂട്ടില് മുന്തിരി തോട്ടത്തിലാട്ടെ. MSR ഗ്രേപ്സ് എന്ന് പറഞ്ഞ മുന്തിരി തോട്ടത്തിലാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. അപ്പൊ 10 മണിക്കാണ് ഇത് ഓപ്പണിങ് തോന്നുന്നുണ്ട്. തുറന്നപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ കുത്തിയേക്ക് ഇങ്ങോട്ട് വരാ. ഞങ്ങളാണ് ഏറ്റവും മുമ്പിൽ വന്നത് അല്ലേ? അപ്പൊ നമുക്ക് മുന്തിരിത്തോട്ടം ഫുള്ളായിട്ടൊന്ന് കണ്ടാലേ നമുക്ക് ഫുള്ളൊന്ന് കണ്ടോക്കിക്കോട്ടെ. ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചോളി. പച്ച അച്ഛനീ എത്രയുള്ളൂ? എന്തത്രേ ഉള്ളൂ? മുന്തിരി പറിച്ചു കഴിഞ്ഞാല് ചെറിയൊരു ട്രെയിനിങ് ഉണ്ടാവും. ഒരു മുന്തിരി പറിച്ച 500. ഞങ്ങള് ഒരുപാട് മുന്തിരി പറിച്ച എത്ര കൊടുക്കേണ്ടി വരും? ഗൈസ്, ഇതാണ് മുന്തിരി. കള്ളി അവരൊക്കെ അന്നെ കൊണ്ട് ഞാനൊരു വൈക്കുന്നില്ല. അടിപൊളി അടിപൊളി. നല്ല മധുരം. നമ്മൾ കഴിയുന്ന അങ്ങനത്തൊന്നുമില്ല. ഫ്രഷ് കിട്ടണം. അന്നതിന്റെ അടുത്ത് നിർത്തി ഫോട്ടോ എടുത്താലോ? അടിപൊളി. നമ്മൾ ഇതിന്റെ മുന്നേ ഇന്ന് കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിലുണ്ടായി മുന്തിരിത്തോട്ടം കാണിച്ചു തരാന്ന് കൊണ്ടു. അന്ന് സീസണ് വന്നോ, കേരളക്കാര് മൊത്തം ഇവിടെ ഉണ്ട്. ഇതിക്കും വലിയ മുന്തിരിയായിരുന്നു കേട്ടോ. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. പക്ഷെ അന്നിങ്ങനെ യൂട്യൂബ് നമ്മൾ തുടങ്ങിയിട്ടില്ല. അങ്ങോട്ട് വീഡിയോ എടുക്കണം എന്ന് നോക്കാം. വീഡിയോ ഇടണമെന്നോ അങ്ങനത്തെ ചിന്തല്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. നല്ല കുറ്റബോധമായിരുന്നു എനിക്കിത് വീഡിയോ എടുക്കാത്തീന്. നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു എനിക്ക് മുന്തിരി കാണിച്ചു തരാത്തീന്. അപ്പൊ രണ്ടാമത് എന്നിട്ട് ഞങ്ങൾ രണ്ടാമത് വന്നു നോക്കുമ്പോ കുഞ്ഞി പച്ചമുന്തിരി ആയിട്ടുള്ളൂ. ചോപ്പിന്റെ സീസൺ ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോഴും മുന്തിരി ഇല്ല. അങ്ങനെ ഞങ്ങൾ 4ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് മുന്തിരി പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മുന്തിരി പാടം പൂത്ത് നിക്കണ മുറ്റത്ത് കൊണ്ടോ. പാട്ട് പാടണ്ട, പാട്ട് പാടിയ ബോറാവും. അതെനിക്കും അറിയാം. പിന്നെന്താണ്? എനിക്കിതൊക്കെ കടിച്ചു തിന്നാൻ തോന്നുന്നു. തൊടാനും പറ്റൂല. ഓലാരും കാണാതെ വലിയ കടിച്ചു. നമുക്ക് 500 രൂപ ഫൈനും കൊടുത്തു പോകാം. അതിലേറെ 100 രൂപയ്ക്ക് ഒരു പെറ്റി വാങ്ങല്ലേ? അല്ല, പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഫസ്റ്റത്തെ തവണ വന്ന സമയത്ത് ഇങ്ങനെ പഴുത്തതാക്കാം. നമുക്കൊരു തൊടുമ്പോ ഇങ്ങനെ കൈക്ക് നിലത്തും കുറെ വീണടക്കണ്ടായിരുന്നു. അത്രയും പഴുത്ത് നിൽക്കാം. പക്ഷെ അന്ന് നമുക്ക് യൂട്യൂബും ഇല്ല, ഒന്നുമില്ല, വീഡിയോ എടുക്കണമെന്നില്ല. അന്ന് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയും പോസ്റ്റ് ഇടണം, അതിന് 2 ഫോട്ടോ എടുക്കണം, ഒരു ഫോട്ടോ എടുക്കണം. അത്ര മാത്രമേ അറിയുള്ളൂ. നമ്മള് കേറി വന്നപ്പോ പച്ചമുന്തിരി ഇല്ലാണ്ട് ഇതിപ്പോ കണ്ടില്ല. നല്ല പഴുത്തിട്ടില്ല, പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇവർക്ക് ഓരോ സീസൺ അങ്ങനെ തോന്നുള്ളൂ. ഞാൻ ഇവിടെ ഇന്നിപ്പോ 4ാമത്തെ വട്ടം ഇങ്ങോട്ട് കൊണ്ടുവരണേ. കല്യാണം കഴിഞ്ഞ് ഓരോ ടൈമിൽ വരുമ്പോഴും ഓരോ സ്ഥലത്താണ്. കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിലുണ്ടായി മുന്തിരിത്തോട്ടം കാണിച്ചു തരാണ്ട് കൊടുന്നു. പറിക്കാൻ പാടില്ല. ഇവിടെ കുറെ തോട്ടങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അപ്പുറത്ത് പറിക്കാൻ പറ്റുന്നതുണ്ട്. അപ്പൊ നമ്മൾ അവിടേക്ക് പോകാം. നമുക്ക് സമയപരിധി കാരണം നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ ഇതേപോലത്തെ കുറെ ഫാമുകളുണ്ട് കേട്ടോ. ഇവിടെ
മലയാളീസ് ആണ് വരുന്നത്. മലയാളീസ് കൂടുതൽ വരുന്ന പേര് കേട്ടൊരു ഫാമാണ് ഇത്, MSR ഗ്രേപ്സ്. അതിന്റെ അപ്പുറത്തെ ജെനീസ് പിന്നെ ജെനീസ് ഉണ്ട്, കുറെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ സീസൺ ടൈമിലാണ് ഇതൊക്കെ കാണുന്നത്. ഗൈസ്, അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. എനിക്ക് കുനിഞ്ഞ് കുറെ നേരം നടക്കാൻ കഴിയില്ല. എനിക്ക് ഹൈറ്റ് കുറഞ്ഞ ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറെ നേരം ഇങ്ങനെ നടക്കാൻ കഴിയില്ല. ഹൈറ്റ് കുറഞ്ഞിന് ഇങ്ങനെ കളിക്കും. ഇപ്പൊ എന്താ ഹൈറ്റ് കുറഞ്ഞ ഇങ്ങനത്തെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓടിച്ചാടി നടക്കാം. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ എന്തായാലും ഡെയിലി അല്ലെങ്കിലും കണ്ടിന്യൂസ്ലി വരും. കാരണം ചെറിയ ലാഗ് വന്ന പറഞ്ഞു, നമ്മുടെ യൂട്യൂബിൽ ചെറിയ പ്രശ്നം വേറെ റെഗുലർ ആയിട്ട് ഡെയിലി ഇടും വീഡിയോ. തിരിച്ചു വന്നു. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.